നമുക്കിനി ലീഗിൻ്റെ സാധ്യതകളിലേക്ക് ഒന്ന് പോകണം. CV അനുമോദ് അവിടെ തയ്യാറാണ്. മുസ്ലിം ലീഗിന് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5ാം മന്ത്രി ഉണ്ടായിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. രാഷ്ട്രീയ കേരളത്തിൽ അത് വലിയ ചർച്ചയായ വിഷയമാണ്. ഇത്തവണ 5 മന്ത്രിമാർ ലീഗിനുണ്ടാകുമോ എന്ന കാര്യത്തിലാണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. 4 മന്ത്രിമാർ ചീഫ് വിപ്പ് എന്ന തരത്തിൽ ചില ഫോർമുലകൾ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ 4 മന്ത്രിമാർ ക്യാബിനറ്റ് റാങ്കിലുള്ള മറ്റെന്തെങ്കിലും പോസ്റ്റ്, ഇപ്പോൾ MK മുനീറിനും മജീദ് അടക്കമുള്ള നേതാക്കൾക്ക് അത്തരം പോസ്റ്റുകൾ ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. മുനീർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാബിനറ്റ് റാങ്കുള്ള പോസ്റ്റ് വേണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ 4 മന്ത്രിമാരും ഒരു ക്യാബിനറ്റ് റാങ്കുള്ള പോസ്റ്റുമായിരിക്കും അതിന് ലീഗ് സമ്മതിച്ചേക്കാം. പ്രത്യേകിച്ചും സതീശനുമായി ഏറെ ബന്ധമുള്ള നേതൃത്വമാണ് ലീഗിനുള്ളത്. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, PK ബഷീർ, N ഷംസുദ്ദീൻ എന്നിവർ മന്ത്രിമാരാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇതിന് പുറമെ ചില പേരുകൾ കൂടി പരിഗണനയിലുണ്ട്. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിപ്പോൾ UDF-ൽ ഒരു വിലപേശൽ ശക്തിയായി ലീഗ് മാറുന്ന ഒരു റിസൾട്ടായിരുന്നുവെങ്കിൽ, 100-ൽ താഴെ അല്ലെങ്കിൽ ലീഗുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഭൂരിപക്ഷമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ലീഗിന് സാധ്യമായേനെ. പക്ഷേ നമുക്കറിയാം, ലീഗ് അങ്ങനെ കടുംപിടുത്തം പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല. പ്രത്യേകിച്ചും പുതിയ പശ്ചാത്തലങ്ങളിൽ, കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഈ 4 മന്ത്രിമാർ എന്ന തരത്തിൽ സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു ആവശ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിന് ലീഗ് വഴങ്ങാൻ തന്നെയാണോ സാധ്യത, അതോ കൂടുതൽ ആവശ്യങ്ങൾ ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ലീഗിന് 5 മന്ത്രിമാർ എന്നത് അർഹതപ്പെട്ട ഒന്നാണ് എന്ന നിലപാടിൽ തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വമുള്ളത്. കഴിഞ്ഞ തവണ 5 മന്ത്രിമാരെ ലഭിച്ചിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ തവണ ഭരണം തുടങ്ങി 1 വർഷത്തിന് ശേഷമാണ് 5ാമത്തെ മന്ത്രി ലഭിച്ചത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇത്തവണ 5 മന്ത്രിസ്ഥാനം ആദ്യമേ ആവശ്യപ്പെടേണ്ടതുണ്ട് എന്നൊരു നിലപാടാണ് ലീഗ് നേതൃത്വത്തിനുള്ളത്, പ്രവർത്തകർക്കുമുള്ളത്. ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. പ്രത്യേകിച്ച് അർഹരായ ഒട്ടേറെ പേർ പാർട്ടിയിൽ ഇത്തവണ ജയിച്ച് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി രംഗത്തുള്ള ഒരു സാഹചര്യത്തിൽ 5 മന്ത്രി എന്നതിൽ വിട്ടുവീഴ്ചയ്ക്ക് യാതൊരു സാധ്യതയുമില്ല എന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി, N ഷംസുദ്ദീൻ, ഈ 4 പേരുകൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതിനു പുറമെ വരുന്ന 5ാം മന്ത്രി സ്ഥാനത്തേക്ക് അവിടേക്കാണ് പാറക്കൽ അബ്ദുള്ളയുടെയും റസാഖ് മാസ്റ്ററുടെയും AK അഷ്റഫിൻ്റെയും അബ്ദുൽ ഗഫൂറിൻ്റെയും പേരുകൾ പരിഗണിക്കും. ഇതിൽ ഏതെങ്കിലും ഒരാൾ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുമെന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുൻപ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ മുതിർന്ന നേതാക്കൾക്ക് ഒരു ക്യാബിനറ്റിന് തുല്യമായൊരു പദവി എന്നത് ചർച്ചകളുണ്ടെങ്കിലും പക്ഷേ പ്രഥമ പരിഗണന 5ാം മന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് ലീഗിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. പ്രത്യേകിച്ച് ഏതെല്ലാം വകുപ്പുകൾ എന്ന കാര്യത്തിൽ കൂടി ലീഗിന് നിർബന്ധമുണ്ട്. കാരണം മുൻപുണ്ടായിരുന്ന വകുപ്പുകൾ അത് ഏതെങ്കിലും സംഘടനകളുടെയോ മറ്റുള്ളവരുടെയോ സമ്മർദ്ദം കാരണം വിട്ടുകൊടുക്കേണ്ടതില്ല. മുൻപുണ്ടായിരുന്ന വിദ്യാഭ്യാസം അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഉള്ളത്. എന്നാണെങ്കിലും ഇന്ന് ചേരുന്ന UDF യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. UDF യോഗത്തിൽ ഇക്കാര്യങ്ങൾ ഒരു അന്തിമ ധാരണയിലെത്തും. വൈകുന്നേരത്തിന് മുൻപായിട്ട് ഏതെല്ലാം വകുപ്പുകളെന്നും എത്ര മന്ത്രി എന്ന കാര്യത്തിൽ കൃത്യത വരും. രാവിലെയാണ് UDF-ന്റെ യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. ഈ ഒരു യോഗത്തിൽ ഏതെല്ലാം വകുപ്പുകൾ എന്നതിനെക്കുറിച്ചും എത്ര മന്ത്രിമാർ എന്നതിനെക്കുറിച്ചും കൃത്യമായ ഒരു കണക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്നാണെങ്കിലും മുസ്ലിം ലീഗ് 5 മന്ത്രി എന്ന ആ ഡിമാൻഡിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യില്ല. നിലപാട് അതുതന്നെയാണ്, പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാനാകുന്നത്. ലീഗിന് 5 മന്ത്രിമാർ ഉണ്ടായേക്കാം. അത്തരമൊരു സാധ്യതകൾ കൂടിയാണ് അനുമോദ് പറയുന്നത്. അത്തരമൊരു ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ UDF യോഗത്തിൽ പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.